കൊടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ കാര്യങ്ങൾ പറയാൻ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനൊക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടായി. പിന്നെ ഇവിടുത്തെ അംഗങ്ങളായിട്ടുള്ള 250 ഓർഡിനറി മെമ്പേഴ്സിനെ ചേർന്ന് ഈ ഏരിയ കമ്മിറ്റി അംഗങ്ങളായി ഞാൻ പെടും, അല്ലെങ്കിൽ ലൈൻ മെമ്പറായിട്ടുള്ള ഏരിയ കമ്മിറ്റിയിൽ കൂടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കണം. അത് അഡ്മിൻ ഓൺലി ആയിരിക്കുന്നതാണ് നല്ലത്. ഏരിയ ചെയർമാൻ, സെക്രട്ടറി കൂടി വന്ന പ്രശ്നം, പിന്നെ ഹരിതകളുടെ കാര്യങ്ങൾ അറിയിക്കുന്നുണ്ടെങ്കിൽ വനിതാവിൽ കണ്ടില്ല, യൂത്ത് വിൽ കണ്ടില്ല. നേരത്തെ ഒരാൾ വരാമെന്ന് അറിയിച്ചാൽ അസംബ്ലി പറഞ്ഞാണ് ഷാജാനെ വിളിച്ചത്. അപ്പോൾ ഷാജാന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. ഇന്ന് പത്രമാധ്യമങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ദൃശ്യമാധ്യമങ്ങൾ കാണുന്നു, ഡൽഹി മലയാളി അസോസിയേഷന്റെ വാർത്തകൾ നിങ്ങൾ വായിക്കുന്നു. ഈ വാർത്തകളെല്ലാം തയ്യാറാക്കി മനോഹരമാക്കി പത്രക്കാർക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ മീഡിയയ്ക്ക് കൊടുക്കുന്നെല്ലാം മീഡിയ കൺവീനർ കൂടിയ അഡീഷണൽ ജനറൽ സെക്രട്ടറി. അപ്പോൾ അഡീഷണൽ ജനറൽ സെക്രട്ടറിക്കും ആദ്യമായിട്ട് നിങ്ങൾക്ക് ഏരിയയിൽ ഒരു നല്ലൊരു കയ്യടി കൊടുക്കണം. പിന്നെ അടുത്ത 3 വർഷക്കാലത്ത് നിങ്ങളുടെ ഈ ടീമിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഇന്ന് കഴിഞ്ഞ കമ്മിറ്റിയിലുണ്ടായിരുന്ന 1000 കമ്മിറ്റിയിൽ ഇല്ലാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇന്നും എല്ലാവരും ഉണ്ട്. അപ്പോൾ സെയിം കമ്മിറ്റിയിൽ നിന്നും കുറച്ച് പുതിയ ആളുകൾ വരുന്നു. അനന്തു അല്ലേ, അവൻ്റെ പേര് അനന്തു, മനസ്സിലായി. അപ്പൊ അനന്തു ഉണ്ട്, സ്വാധീനമുള്ളൊരു ഋഷിയല്ലേ പേര്. അപ്പൊ നിങ്ങളൊരു നല്ല ടീമാണെന്ന് തോന്നുന്നു. നിങ്ങളെ ഇവിടെയുള്ള ഈ ഏരിയയിലുള്ള കംപ്ലീറ്റ് യൂത്തിനെ ഫോം ചെയ്ത് നിങ്ങൾ ഒരു ആക്റ്റീവായിട്ട് കൊണ്ടുവരണം. എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഈ മെമ്പർഷിപ്പിന്റെ ഒരു കൺഫ്യൂഷൻ, അതുപോലെ വാട്സപ്പ് ചാനലിലേക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായതിന്റെ ചില വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്തു വരികയാണ് ചെയ്തത്. അപ്പോൾ കേന്ദ്ര കമ്മിറ്റി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള ഒരു നന്ദിയും അഭിനന്ദിയും സമ്മേളനം അറിയിക്കുകയാണ്. പിന്നെ അഡീഷണൽ ജനറൽ സെക്രട്ടറി സംസാരിച്ചു. അഡീഷണൽ ജനറൽ സെക്രട്ടറി സംസാരിച്ചു കഴിഞ്ഞു. റിട്ടേണിംഗ് ഓഫീസർ സോമേട്ടനെ കുറിച്ചാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ഒരു 2 വർഷക്കാലമായിട്ട് കേന്ദ്ര കമ്മിറ്റി അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ, 2023 ഓണാഘോഷത്തിന്റെ കൾച്ചറൽ കമ്മിറ്റി കൺവീനർ എന്നുള്ള ഒരു പൊസിഷനിലൂടെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ അദ്ദേഹം സെൻട്രൽ കമ്മിറ്റിയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് ആരംഭിക്കുന്നു. ഏകദേശം 2 വർഷക്കാലമായിട്ട് ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളും അദ്ദേഹം അംഗമായിട്ടുള്ള ടീമിൽ അദ്ദേഹത്തിന് ഏൽപ്പിക്കാത്ത കാര്യങ്ങൾ പോലും സ്വമേധയാ കണ്ടറിഞ്ഞ് അദ്ദേഹം ചെയ്ത ഒത്തിരി പ്രവർത്തനം